ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അമ്മ ഇന്ന് രാവിലെ തന്നെ കൈക്കോട്ടെല്ലാം എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. അമ്മ ഇന്ന് പരിപാടി ചേമ്പ് കിടന്ന് അതെ, നമ്മ ചേമ്പ് വിളവെടുക്കുന്നതും കപ്പ വിളവെടുക്കുന്നതും എല്ലാം കാണിക്കലുണ്ട്. അപ്പൊ ഇന്ന് അമ്മ രാവിലെ ചാവിടിച്ചാട് ഇറങ്ങി കേട്ടാ ചേമ്പ് നടാൻ വേണ്ടിയിട്ട്. താളം കിഴങ്ങ് അല്ലേ? അപ്പൊ അത് കുറച്ചെല്ലാം കുറച്ച് നട്ടു. എനിക്ക് താഴേക്കൂടെ നടന്നു. ഇന്ന് മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു ആച്ച് കാണുന്നുണ്ട്. രാവിലെ നല്ല വെയിലാണ്ടായി, പിന്നോണ്ട് പെട്ടെന്ന് കാറ്റും മഴയും വരുന്നു. പിന്നെ ഇപ്പൊ തായല് നടന്നുണ്ടാവേ, തായല് നടണം, കുറച്ച് എല്ലാം കാടുവാണ്, കപ്പയും നടണം. അത് നമുക്ക് പിന്നെ രസം നട്ടാലോ. ഇത് നമുക്ക് ചെറിയൊരു ചെറിയൊരു സ്പെഷ്യൽ ഉണ്ടാക്കാനുണ്ട്. മഴ ആദ്യം വന്നോണ്ട് അതെ, ഇപ്രാവശ്യം നേരത്തെ അല്ലേ മഴ, എല്ലായിടത്തും ഭയങ്കര മഴ. അതെല്ലാം മുളച്ചു. ചേമ്പ് നട്ടിട്ടേ ഇല്ല, ഒറ്റ ഒരു മരടെ നട്ടിട്ട്. ഇനിയിപ്പോ ചേമ്പാടെ ലിജിയുടെ അതിലേക്കൂടെ എല്ലാം നടണം. അമ്മ കപ്പ കൊറേ നട്ടു കേട്ടോ. ആ സമയത്തെല്ലാം നമ്മളെ ഫോൺ ശരിയായി സ്റ്റോറേജ് ഇല്ലാണ്ട് എല്ലാം പോയിട്ടാണ്ടായിനി. ആ സമയത്താണ് അമ്മ കപ്പയെല്ലാം നട്ടത്. അതെല്ലാം നമുക്ക് പിന്നെ ഒരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടാ. ചേമ്പ് തായല് നടാൻ പോകുന്ന സമയത്ത് അതെല്ലാം കാണിച്ചു തരാൻ നട്ടത്. ഇന്നിപ്പോൾ ചേമ്പ് കുറച്ച് നട്ടിട്ടുണ്ട്, ബാക്കി തായല് ഭാഗത്ത് കുറച്ച് നടാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു സ്പെഷ്യൽ ആക്കാതെ ഇരിക്കുന്നു. സ്പെഷ്യൽ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ഇന്നലെ തന്നെ ഞാനും അനിയേട്ടനും പയ്യന്നൂർ പോയിട്ടുണ്ടായിനി. അപ്പോൾ നമ്മളെ ഫോണിന് ചെറിയൊരു സൗണ്ട് കുറവ്, അപ്പോൾ അതെല്ലാം ഒന്ന് സൗണ്ട് കേൾക്കുന്നില്ല പറയുന്നു. അപ്പം പിന്നെ നോക്കാൻ വേണ്ടി പോയില്ല. അതെ, അപ്പോൾ അതിന് പോയി വരുമ്പോൾ നമ്മൾ അവിടുന്ന് പയ്യന്നൂർ തന്നെ ചന്തയെല്ലാം ഉണ്ട്, അവിടെ നല്ല ഉണക്കെല്ലാം കിട്ടും. പിന്നെ ഇപ്പം മീനെല്ലാം വരൽ കുറവാണ്, നല്ല മഴയെല്ലാം ആകുമ്പോൾ. അപ്പോൾ ഇടയ്ക്ക് ഉണക്കെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണക്കെല്ലാം വറുത്തതും എന്തെങ്കിലും ഒരു കറി വെച്ചിട്ട് ഉണക്ക് വറുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ചോറ് കഴിക്കാൻ അത് മതി. പരിപ്പും മുരിങ്ങ ഇലയും കറിയാക്കിയിട്ട് മാന്തള ഉണക്ക് രാത്രി നങ്ക ഉണക്ക്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല സ്രാവില്ലേ, സ്രാവിൻ്റെ തൊണ്ട തെരണ്ടി ഉണ്ടായിനി. പക്ഷെ സ്രാവ് വലിയ അതിന് കൊട്ടൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ഇറച്ചി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിച്ചിട്ടുണ്ടായിനി, സ്രാവിൻ്റെ കഷ്ണം. അപ്പോൾ അത് പച്ചക്കായി ഇട്ടിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിന്ന് അതാക്കാം. പിന്നെ ഒരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ടായിന് അമ്മ, ചൗ ചൗ. അതെ, ചൗ ചൗ എന്ന് പറഞ്ഞിട്ട് ഇവര് പറയുമ്പോ ഞാൻ എന്തിനിപ്പോ അങ്ങനത്തെ ഒരു പിന്നെ ഞാനാടെ പോയിട്ടില്ലേ, ഞാനാടെ പോയിട്ടില്ല അമ്മ. ഒരു ചാക്കിൽ നിറച്ചുട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏകദേശം കൊടംപുളിന്റെ എല്ലാം ആ ഒരു ടൈപ്പ് പച്ച കളറ്. ഞാൻ ഏട്ടനോട് ചോദിച്ചു, ഏട്ടാ ഇതൊന്ന് സാധനം പറഞ്ഞു ചൗ ചൗന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അമ്മയോട് പറയുമ്പോ ഇത് ചൗ ചൗ എന്നല്ല, അമ്മ എന്നിട്ട് എന്തോ ഒരു പേര് പറഞ്ഞില്ലേ. നമ്മളങ്ങോട്ട് വയനാട്ടിലേക്കല്ല അതിനെ നിന്ന് അതിന് ഈ അടിഭാഗത്ത് മുള വരുന്നോണ്ട് അതിന് കൊണ്ടിക്കുമ്പളങ്ങ പറയും. അതിന്റെ പച്ചയും ഉണ്ടാവും വെള്ളിയും ഉണ്ടാവും. ഇനി അങ്ങനെ കുണ്ടിക്കുമ്പളങ്ങാന്നാ പറയല് അങ്ങോട്ടല്ല. ഇനി ഇങ്ങോട്ടെല്ലാം എല്ലാവരും ചൗ ചൗ തന്നെ പറയുന്നുണ്ട്. ലിജിയ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു കറി വെക്കുന്ന സാധനം കാണിച്ചില്ല. അപ്പോൾ പിന്നെ ഫോണിൽ നിന്നിട്ട് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞത് അത് കുണ്ടിക്കുമ്പളങ്ങയാന്ന്. അതിന് വേറെന്താ പേരൊന്നും അറിയില്ല. നമ്മളങ്ങോട്ട് എല്ലാരും അതാ പറയല്. പക്ഷെ ആടുന്ന എല്ലാരും കൃഷി ചെയ്തിട്ട് ഇങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ടായിന്. തമിഴ്നാട് ആ ഭാഗത്തെല്ലാം ഇത് കൃഷി ചെയ്യുന്നുണ്ട് എല്ലാം. ഇതിങ്ങനെ മുളച്ചിട്ട് പിന്നെ മൂത്തതെല്ലാം ഇങ്ങനെ വള്ളി വന്ന് വീണിട്ട് അടന്നെ മുളച്ചിട്ട് ഇങ്ങനെ മരത്തുമ്പോൾ കയറിയിട്ട് ഇങ്ങനെ പിടിക്കും. അത് മാല മാലയായിട്ട് അതിനൊരു വളവും വേണ്ട ഒന്നും വേണ്ട. അതിന്റെ വെള്ളയും ഉണ്ടാവും പച്ചയും ഉണ്ടാവും. അത് ഉപ്പേരി വെക്കും, പിന്നെ പരിപ്പിന്റെ പൊട്ടില് കറി വെക്കും, മസാല കറി വെക്കും, അങ്ങനെല്ലാം ചെയ്യും. പിന്നെ ഇന്ന് നമുക്കത് ഉപ്പേരി വെച്ച് നോക്കിയാലോ. 2 വാങ്ങിനി, ഒന്നെടുത്തിട്ട് രസം ഉണ്ടാവില്ലേ ഉപ്പേരി വെച്ചാൽ? ഉപ്പേരി വെച്ചാൽ എത്ര പേര് ഉണ്ടാവില്ലേ? എന്നാൽ 2 നമുക്ക് ഇന്ന് ഉപ്പേരി വെക്കാം. പിന്നെ നമുക്ക് ഒരു 15 രൂപ ഉണ്ടെങ്കിൽ കണ്ടാൽ വാങ്ങിയാൽ വേറെ എന്തെങ്കിലും അതിനെ കൊണ്ടാക്കലുണ്ടെങ്കിൽ ആടുന്ന് തന്നെ ഉപ്പേരി അല്ലെ പരിപ്പിന്റെ പൊട്ടിട്ട് വെക്കല്. നമ്മൾ ഈ വെള്ളരിക്കും പരിപ്പെല്ലാം വെക്കുന്നില്ലേ, അതേപോലെ. അതിങ്ങനെ ഈ തണുപ്പുള്ള സാധനമായതുകൊണ്ട് ഈ ശ്വാസം മുട്ടുന്നവരൊന്നും അധികം കൂട്ടുകയും ചെയ്യില്ല. അങ്ങനെ തണുപ്പിലുണ്ടാവുന്നതാണ് അത് സാധനം. കുമ്പളങ്ങേന്റെ ഒരു മോഡൽ അല്ലേ? പുളിശ്ശേരി വെക്കൊന്നും അറിയില്ല, പരിപ്പിന്റെ പൊടും ഉപ്പേരിയും വെക്കും. പിന്നെ നമ്മളെ ഇരുമ്പം പുളി ഇല്ല, അതിന്റെ ഒരു മോഡല്, അത് വലുതായ പോലത്തെ ഒരു മുരുമുരുപ്പും തോലിനൊരു കട്ടിയെല്ലാം തന്നെ ഉണ്ടാവില്ല. പിന്നെ അപ്പൊ നമുക്കിന്ന് നല്ലൊരു ഉണക്കസ്രാവ് കറിയും നമ്മളെ ചൗ ചൗ ഉപ്പേരിയും ഉണ്ടാക്കി നോക്കാം. ഇതുവരെ ഞാൻ കഴിച്ചിട്ടാ. അമ്മേന്റെ നാട്ടിലത്തെ വിഭവം നമുക്കും എങ്ങനെയുണ്ട് ടേസ്റ്റ് എല്ലാം നോക്കണ്ടല്ലോ ലോകു. അപ്പോൾ നമ്മളെ ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറേ താളംപോളി ഉണ്ടല്ലോ, നമുക്ക് നാളെ എന്തെങ്കിലും ആക്കാം. ഓലം വെച്ചാലും നല്ല ടേസ്റ്റ് അല്ലേ? ഓലം വെക്കാം, ഉപ്പേരി വെക്കാം, പുളിശ്ശേരി വെക്കാം, പരിപ്പിന്റെ പേര് ഇട്ട് വെക്കാം. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പിന്റെ പേര് ഇട്ട് വെച്ചാല്, പരിപ്പും താളംപോളിയും.
അപ്പോൾ ഇതെല്ലാം നമുക്ക് കൊത്തിയിട്ട് എടുത്തു വെക്കാം. നാളെ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കാം അതിനെ കൊണ്ട്. അതെ, ഇത് കഴുകിയിട്ട് കൊണ്ടാക്കാം. ഇതെല്ലാം ഇപ്പം നടുന്നതിൻ്റെ അന്നേരം മഴ പെയ്യാൻ തുടങ്ങിയില്ലേ, അന്നേരം മുളക്കാൻ തുടങ്ങി. ഇത് കൊത്തിയിട്ട് പടി ഞാൻ നട്ടത് എല്ലാം കളഞ്ഞിട്ട്. ഒരു കെട്ട് താളുമ്പോള കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓലമ്പൊക്കെ എന്തെങ്കിലും ചെയ്യാം, ശരിയൊക്കെ എന്തെങ്കിലും ചെയ്യാം. അപ്പം താളിലൊന്നും കളയാനില്ല, താളിലൊന്നും കളയാനില്ല. ഏലയും കൊണ്ട് ഉപ്പേരി വെക്കൂല. പുളി കൂട്ടിയാൽ ഏലയും നല്ല രസമാണ് വെച്ചാൽ. അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലുണ്ടാവും. കുറച്ചുകൂടെ നടാന്ന് വിചാരിച്ചാണ്. അപ്പോൾ വലിയൊരു കാറ്റും മഴയും വന്നു. നാട്ടിൽ ലിജിയുടെ വന്ന് ഇരുന്നു ചായ കുടിക്കുന്നതാ. പൂവമ്പഴം പഴം ചെക്കിയിട്ട് ചായ കുടിക്കുന്നു. ഇലടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഞാൻ ഇടുന്ന് കൊത്തി വെച്ചാൽ പഴം നടാൻ പഴുത്തു. നല്ല പൂവൻ പഴുതാ ഇവിടെ കോലയുടെ കൊത്തിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് തന്നെ പഴുത്തു. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് അടയാ ഉണ്ടാക്കിയിനി. അപ്പോൾ അടിയും ചായ കട്ടൻ ചായയും. ഞാൻ രാവിലെ പുട്ടി ചായ കുടിച്ചാൽ നേസ്കലായി. കുറേ കൊത്തിക്കളക്കളം ചെയ്തല്ലേ. നീ വീഡിയോ എടുക്കാൻ കൂടുക? വീഡിയോഗ്രാഫർ പാചകം ചെയ്യാനാ? ശരി. പഴം എങ്ങനെയാണ്? മധുരം ഉണ്ടാ? മധുരമായി വരുന്നു അത്ര അല്ലേ? പഴുത്താപ്പ നല്ല മധുരമാണ്. അത് നല്ലോണം പഴുത്തിട്ടുണ്ടാവും. ആദ്യം പഴുത്തിരിക്കും. അത് കുഞ്ഞു ചിക്കൻ, അതിന്റെ താഴത്തുനിന്ന് കടന്ന ഞാൻ ചിക്കൻ. അപ്പൊ ഇതാട്ടാ നമ്മളെ പൂവൻ കൊല. അപ്പൊ നമുക്ക് ഉണക്ക് കറിയും ഇതാണ് കേട്ടാ ചവച്ചവും അതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനെ കൊണ്ട് ഉപ്പേരി വെക്കാട്ടാ ഇന്ന്. അപ്പൊ അമ്മ ഇന്ന് മൊത്തം കൃഷിപ്പണീന്റെ മൂഡിലാണ്. അപ്പൊ ചെറിയൊരു മഴ വരുമ്പോ കയറി ഇന്നിന് ഒരു ചാടും ആദ്യം ചേമ്പെല്ലാം നടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അമ്മ പണിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും നമുക്ക് നല്ല ഉണക്ക് കറിയും നമ്മളെ ഉപ്പേരിയും എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് കേട്ടാ ഉണക്ക് സ്രാവാണ്, സ്രാവിന്റെ കഷ്ണം. അപ്പം പച്ചക്കായി ഇട്ടിട്ടാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ബാക്കിയിലെ സാധനങ്ങളെല്ലാം എന്താ വെച്ചാൽ ഇതാ ഉള്ളി വേണം. 2 മീഡിയം സൈസിലെ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പച്ചക്കായി ഇട്ടിട്ട് കറിക്കുന്നല്ലോ. അപ്പോൾ പച്ചക്കായി എന്തായിട്ട് വേണം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചേർക്കുന്ന അരവ് മസാലയെല്ലാം എന്താണെന്ന് നമുക്കത് ചേർത്ത് കൊടുക്കുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തോല് കളയാൻ കിട്ടുമോ എന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരാട്ടാ. അപ്പോൾ ഉണക്ക് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഉണക്കിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ എന്താ ഉള്ളിയും തക്കാളിയും പച്ചക്കായും ഇവിടെ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരേ വലിപ്പത്തിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മിക്കവാറും ഇന്ന് കവൻ്റെ ഇടില്ലവരുടെ അഭിപ്രായം പറയാൻ ചാൻസ് ഉണ്ട്. ഉണക്കിനെക്കാട്ടും ഇല്ലത് പച്ചക്കായാണ് കേട്ടാ. അപ്പോൾ നമുക്ക് ഏതായാലും കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കായ് വേണമെങ്കിൽ ചെറിയൊരു കായ് എടുത്താലും മതി. നമ്മൾ വലിയത് എടുത്തോണ്ടാണ് ഒരുപാടില്ലത്. പിന്നെ ഉണക്ക് വറുക്കുന്നതാണെങ്കിൽ നല്ലോണം ഉപ്പില്ല ഉണക്കാന്ന് ഈ സ്രാവ് ഉണക്ക്. അപ്പോൾ കുറേ നേരം വെള്ളത്തിൽ മുറിച്ചിട്ടിട്ട് വേണം വറുക്കുന്നുണ്ടെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഇന്ന് കറി വെക്കുന്നതുകൊണ്ട് ആ ഒരു ഉപ്പ് ഈ കറിയിലും എല്ലാം പിടിക്കുമ്പോൾ ബാലൻസ് ചെയ്തോളും. അപ്പോൾ കുറച്ച് നേരം ഏതായാലും മുറിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കായ് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മൺചട്ടിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കായ് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ കായ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളെ ഉണക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ 3 പച്ചമുളക്, 1 തക്കാളി, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. 2 ഉള്ളി, അതും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മസാല പറയുന്നത് ഇതാ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതാ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കെല്ലാം ഒന്ന് ഇളക്കി വെച്ചിരിക്കാം.
ഉപ്പ് നമുക്കൊന്ന് തിളക്കുമ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ഈ ഉണക്കിൻ്റെ ഉപ്പ് തന്നെ ഉണ്ടാവും നല്ലോണം. അത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് മെല്ലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിന് വെള്ളമെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ തേങ്ങയും ഇതെല്ലാം അരച്ച് ചേർക്കാനുണ്ട്. പുളിയെല്ലാം വേണം. അതിൽ നമുക്കിത് വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാം. മഴയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കറി ഇതാ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കൈ വേവുന്നത്ര നല്ല ഉണക്കിൻ്റെ മണെല്ലാം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കാം. ഉണക്കും കൈയെല്ലാം അടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ഈ ചൗച്ചവ് മുറിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റും മഴയെല്ലാം തുടങ്ങിയിട്ടുണ്ട്, കരണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേഗം മുറിച്ചെടുക്കാം. ഇങ്ങനൊരു പൂവിൻ്റെ ഷേപ്പ് അല്ലമ്മ? അറിയില്ല. അതിൻ്റെ ഇത് പൊട്ടിച്ചു നോക്കിയമ്മ. മാങ്ങേൻ്റെ അണ്ടിയെല്ലാം പോയിട്ടുണ്ടല്ലോ അമ്മ. അതിൻ്റെ ഇത് പൊട്ടിച്ചിട്ട് നോക്കിയേ. പൂ പോയിട്ടുണ്ടല്ലോ ഇതാ. അപ്പം ഇതിലൊന്നും കളയാനൊന്നുമില്ല കേട്ടോ. അതിൻ്റെ തോലെല്ലാം കളയണമെന്നൊന്നും അങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല. നമുക്ക് ഒരു വഴുവഴുപ്പ് പോലെ അതിൻ്റെ ഉള്ളിൽ. അപ്പം നമുക്ക് ഒന്നുണ്ടായാലും എന്തായാലും വറവാവില്ല. 2 മുറിച്ചിട്ട് നമുക്ക് ഒരു ഉപ്പേരി ആക്കി എടുക്കാം. അവരോട് ചോദിച്ചാൽ കപ്പക്ക വറുക്കും പോലെ വറുക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. ഇതിന് കുരുവില്ലല്ലോ. നമ്മ ഒരു ചെറിയ കുരുവുണ്ട്. അതെന്ത് ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നല്ലേ നമ്മ? ഇങ്ങനത്തെ ഇത് ഇതിന്റെ പേരെന്നാണ് ചൗച്ചൗ. ചൗച്ചൗ. അമ്മമ്മ പറഞ്ഞ പേര് പറഞ്ഞിട്ട് അയവര് പറഞ്ഞ പേര് ചൗച്ചോ. അപ്പൊ നമുക്കിത് മുറിച്ചെടുക്കാം. ഒരു വഴുവഴുപ്പുണ്ട് ഇങ്ങനെ. നല്ല രസമുണ്ട് അതിനെ കാണാൻ. ചൗച്ചൗനെ മുറിക്കുമ്പോ നല്ല സ്മൂത്ത് ആവുന്നവർക്ക്. എന്റെ വലുതൊക്കെയാ. അപ്പൊ ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല അല്ലേ? ഒരു പയറിന്റെ ടേസ്റ്റ്. എന്തോ കൂട്ടാരൊക്കെ പോലത്തെ ഒരു ടേസ്റ്റ്. നല്ലൊരു രുചിയുണ്ട് പച്ചക്ക് തിന്നാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് വറുത്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ കുറച്ചിടം മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇങ്ങനത്തെ ടേസ്റ്റ്. പിന്നെ വറുത്താലോ? വറുത്താൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ടല്ലേ തിന്നു. അപ്പൊ നമ്മളെ ചൗച്ചൗകെല്ലാം ഇടുക നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില എടുത്ത് കൊടുക്കാം. ഇനി 3 പച്ചമുളക് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് വാരി ഇട്ട് കൊടുക്കാം. ഇതിലധികം വെള്ളം വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഒരു കുമ്പളങ്ങേൻ്റെ ആ ഒരു ടൈപ്പല്ലേ, ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അമർത്തി പൊത്തി കൊടുക്കാം. ഇവിടുന്ന് തന്നെ ഒന്ന് വേവിട്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൗച്ചൗ ഇതുപോലെ തന്നെയോ വറവാക്കലെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പം ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കണേ. ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കലെന്ന്. അല്ല ഈ ചൗച്ചൗ വെച്ചിട്ട് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കണം. കറി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. തിളച്ച് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത്രേ
പായസത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായും ഉണക്കെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. കറണ്ട് പോലും വരലുമാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് കറണ്ട് വന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം നമ്മളെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും പുളിയും ജീരകം കൂടി അരച്ചതാണ് കേട്ടോ. ജീരകം വേണ്ടാന്നില്ലവർക്ക് അത് ഒഴിവാക്കാം. നമ്മളിങ്ങോട്ടെല്ലാം മീൻകറിയിലും ഈ ഉണക്കറിയിലെല്ലാം ജീരകം അരക്കും. അതുകൊണ്ടാണ് നമ്മൾ ജീരകം അരച്ചിട്ടില്ല. കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിനി. കഴിഞ്ഞ ദിവസം ഞാനൊരു മീൻകറിയിൽ ജീരകം അരക്കുന്ന കണ്ടിട്ട് ഫേസ്ബുക്കിലാണ് കൂടുതൽ കമൻറ്റ് വന്നിന് ജീരകം അരക്കുക വെച്ചിട്ട്. അപ്പോൾ നമ്മളിങ്ങോട്ടെല്ലാം ജീരകം അരക്കലുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കായും ഉണക്കെല്ലാം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്തോ അരച്ചത് ബാക്കിയാണ്, കറണ്ട് ആദ്യം പോയിട്ടാ. അപ്പം നമുക്ക് ബാക്കി കുറച്ച് അരച്ചതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അധികം ഇളക്കണ്ട, ചിലപ്പോൾ നമ്മൾ ഉണക്ക് നല്ലോണം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിൽ പാകത്തിന് ഉപ്പെല്ലാം എന്ന് നോക്കാം. അതിന് ശേഷം ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ നനച്ചാലും മതി, അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പെല്ലാം പാകത്തിനുണ്ടോ നോക്കാം കേട്ടോ. ഉണക്കിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിനി. അപ്പോൾ തേങ്ങയും ചേർത്തിട്ട് എങ്ങനെ ഉപ്പ് പാകത്തിനുണ്ടോ നോക്കാൻ ഇവിടെ ഒരാളുണ്ട്. കൈ കൊള്ളും, തണിക്കിട്ടാ. ഉപ്പ് നല്ല പാകത്തിനുണ്ട്. ടേസ്റ്റ് ഉണ്ടാ? അപ്പോൾ നമ്മളെ കറി തിളച്ച് നല്ല സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലും ഒന്ന് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചെറിയ ഉള്ളി നന്നായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മളെ കറിയിലേക്ക് ഞാൻ ഇങ്ങനെ തട്ടിക്കൊടുക്കാം. നല്ല ഉണക്കും കായും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. നല്ല കുറുകിയ കറി, നല്ല കളറും കണിന്ന് പറയുന്നത് കുറുകി വരും. എന്താ വെച്ചാൽ കായല്ലേ ഇതില്. ഇനി നമുക്കിതാ നമ്മളെ വറവിലേക്ക് വെളുത്തുള്ളി ചതച്ചതും തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വറവ് റെഡിയായി കേട്ടാ. ഇതിലൊരു തുള്ളി വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഈ തന്നെ വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മളെ ചൗ ചൗ വറവും കൂടി റെഡിയായി. അപ്പം അമ്മ പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നു. ചേമ്പെല്ലാം നട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ വലിയൊരു കാറ്റും മഴയും വന്നു, അന്നാട് മതിയാക്കി. അപ്പൊ നമ്മളെല്ലാരും ചോറ് കഴിക്കലായി കേട്ടാ. പിന്നെ വിശപ്പും ചെയ്യുന്നു. അതെ, നല്ല വിശപ്പ് വന്നു. അപ്പൊ നമ്മളെ ഉണക്ക് കറിയും പിന്നെ ചൗ ചൗ ഉപ്പേരി, അമ്മക്കൊരു ഉണക്ക് വെച്ചത് കൊണ്ട് കിട്ടാ. ഇന്നലെ നങ്കുണക്ക് വെച്ചാണ്. അത് കുഞ്ഞു ആരോ ചോദിക്കുന്നുണ്ടായി, എന്താ കുഞ്ഞു ഒരു പീസേ ഇല്ലു ആകാം. പിന്നെ അമ്മേന്റെ ഇന്നലെ രാത്രി കാക്കിയതാ പരിപ്പും മുരിങ്ങാച്ചപ്പിലും കറിയും ഉണ്ട്. അപ്പൊ അമ്മ നിങ്ങ പറഞ്ഞിട്ട് ഇപ്പാ പറഞ്ഞത്, നേരത്തെ പറഞ്ഞില്ലെങ്കിലോ ചൗ ചൗവിന്റെ തോല് കളയണമെന്ന്. അത് ചെള്ളായതുകൊണ്ട് പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇതിന്റെ തോല് ചെത്തിക്കളയാലുണ്ട്, അല്ലെങ്കിൽ കടിക്കും അല്ലേ. ഞാൻ തിന്നോക്കി കുറച്ച് വന്നിട്ട് കുറച്ച് ഞാൻ ടേസ്റ്റ് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ കടിക്കുന്നില്ല. ഇങ്ങനെ നമ്മളെ മറ്റേ ഇതില്ലേ പടവലങ്ങി നരമ്പനെല്ലാം വറുത്തോ ആ ഒരു ടേസ്റ്റ് നല്ല രസമുണ്ട് കേട്ടാ. ഇനി അപ്പൊ കണ്ടാ മണിക്കണം. ഇടക്കിടക്കേ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ നമ്മളെ കായ് ഉണക്കും എങ്ങനെ ടേസ്റ്റ് ഉണ്ട് നോക്കിയേ. ഉണക്കായിന്ന് തപ്പിപ്പിടിക്കാൻ കുറച്ച് പണിയാണ്.
ഫസ്റ്റ് കായ് ഇങ്ങനെ ചോറിൽ വെക്കുക, പിന്നെ ഇത് വെക്കുക, പിന്നെ നല്ല രസമുണ്ട് ഒരു പീസ് വെക്കുക. നല്ല രസമുണ്ട്. എന്താ വെച്ചാല് ഇതൊക്കെ ശ്രാവണമൊക്കെ അല്ലേ, അതിൽ കായ് കൂട്ടാൻ നല്ല രസമാണ്. ലാസ്റ്റ് ചെറിയ ഉള്ളി വറുത്തിട്ടിന് അതിലൊരു ടേസ്റ്റ് പറയാനുണ്ട്. അരിക്കുട്ടന് ഇവിടുന്ന് ചോറിക്കുന്നത്. അരിക്കുട്ടന് ഇഷ്ടായിട്ടേ ഓരോ ഉപ്പിലിട്ട മാങ്ങ പ്രധാനാണ് കേട്ടാ, അതില്ലാണ്ട് ചോറിക്കാനാവില്ല. അപ്പോൾ എല്ലാവരും ചോറിക്കലായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചെറിയൊരു ഉച്ചവിശേഷത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അമ്മേൻ്റെ താള് നടലും അതിൻ്റെ ഇടയ്ക്കിലെ ചോറിക്കലും കാര്യങ്ങളിലായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് കപ്പി നട്ടു, കുറച്ച് താളം നട്ടു. അതെ, എല്ലാം ബാക്കി നാളെ അത് നടുമ്പോൾ നമുക്ക് മഴയില്ലെങ്കിൽ എടുക്കാം, വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു ഉച്ചവിശേഷമാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.